നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്ക് ഫെങ്ഷുയിലൂടെ കൃത്യമായിട്ടുള്ള റെമഡികളും ക്യൂറും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പം അത്തരത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് ഒരു വീടുകളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഇപ്പോൾ പുതിയ വീടുകൾ വയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് വീടുകൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭൂമി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഭൂമിക്ക് അടിയിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ജിയോപതിക് സ്ട്രെസ് പോലുള്ള സംഭവങ്ങൾ, ഇത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള വീടുകളിലൊക്കെ നമ്മൾ ഈ ജിയോപതിക് സ്ട്രെസ്സിനെ പറ്റി പറയുകയും അതിൻ്റെ റെമഡികളെ പറ്റി പറയുകയും അതിൻ്റെ റോഡുകളെ പറ്റി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീടിനെ നമുക്ക് അതിൻ്റെ ഇത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒന്നും നോക്കുന്നില്ല, ഇപ്പോൾ ഒരു ജിയോപതിക് സ്ട്രെസ് ഉണ്ടോ എന്നോ അല്ലോ മറ്റൊരു കാര്യവും നോക്കുന്നില്ല എങ്കിൽ തന്നെയും ഒരു വീടിൻ്റെ 4 കോർണറുകളിലായിട്ട് നമുക്ക് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന ജിയോപതിക് സ്ട്രെസ്സിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പിരമിഡ് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കോപ്പർ പിരമിഡുകൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനും നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു എനർജിയിലേക്ക് നമുക്ക് അവിടെ കിടക്കാനും ആ ഉണ്ടാകാവുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ ന്യൂട്രലൈസ് ചെയ്യാനും ഒക്കെ ഈ പിരമിഡുകൾ കൊണ്ടും ഈ മെറ്റൽ കൊണ്ടും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ എല്ലാവരും ഈ പിരമിഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെച്ച വീടുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അഡ്വാൻസ് കാര്യം കൂടെ പുതിയ വീടുകൾക്ക് ഈ പിരമിഡ് വെച്ച് നമുക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്.